കുഞ്ഞിപ്പം വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫുഡ് മേടിക്കാനായി പുറത്ത് പോവുകയാണ്. ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ഗ്യാസ് ഒന്ന് ചതിച്ചു. ഇന്നലെ വൈകിട്ട് ഫുഡ് വെച്ചുകൊണ്ടിരുന്നപ്പോൾ ഗ്യാസ് തീർന്നു പോയി. അപ്പോൾ ഇന്ന് ഉച്ചയാകുമ്പോഴേ നമുക്ക് കിട്ടുകയുള്ളൂ. ഇന്ന് രാവിലത്തെ ഫുഡ് ചേട്ടായി പുറത്തുനിന്ന് മേടിച്ചുകൊണ്ട് വരുമായിരുന്നു. അമ്പലത്തിൽ നിന്ന് വന്നപ്പം മേടിച്ചുകൊണ്ട് വന്നു. അത് പിന്നെ കഴിച്ചിട്ടൊക്കെ ഞങ്ങൾ ഇരിക്കുമായിരുന്നു. പിന്നെ ഉച്ചത്തേക്ക് രാവിലെ മഴ ആയതുകൊണ്ട് ഉച്ചത്തേക്കുള്ള ഫുഡ് മഴ തോർന്ന് നിൽക്കുകയാണെങ്കിൽ കുഞ്ഞപ്പനെ കൊണ്ട് പുറത്ത് പോകാമെന്ന് വെച്ച് ഇറങ്ങിയതാണ്. കുഞ്ഞപ്പ എന്താ പറയാനുള്ളത്? കുഞ്ഞപ്പന് ഉറക്കം വരാനുള്ള സമയമായി. ഇപ്പം കുഞ്ഞപ്പൻ ഉറങ്ങുന്ന സമയമാണിത്. ഹലോ പറഞ്ഞേ, ഹലോ പറ, ക്യാമറ നിർത്തി ഹലോ പറ. ടാറ്റ പോവാന്നാണ് കുഞ്ഞപ്പൻ പറയുന്നത്. കുഞ്ഞപ്പൻ്റെ ലുക്കൊക്കെ കണ്ടോ? സൂപ്പറായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പറ, ടാറ്റ പോവാണെന്ന് കുഞ്ഞപ്പൻ പറയുന്നത്. നമുക്ക് ഗ്യാസ് തീർന്നുകൊണ്ട് ഉച്ചയ്ക്കേ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മൾ പോകുന്ന വഴിയൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് മഴയില്ലല്ലോ, ചെറിയൊരു വെയിൽ പോലെ വന്നു. അപ്പം നമുക്ക് പോകുന്ന റൂട്ടൊന്ന് കാണിച്ചു തരാം. ബാ, നമ്മൾ ടൗണിലോട്ട് പോകുന്ന വഴി. ഇത് കണ്ട റബ്ബർ കാടാണ് ഇത് മൊത്തം. കുറച്ച് ദൂരമുണ്ട് അങ്ങോട്ട് പോകാൻ. ചെറിയൊരു ടൗണാണ്, വലിയ അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഇതൊക്കെ റബ്ബർ തോട്ടമാണ്. ഇവിടെ ചക്കയൊക്കെ ഉണ്ടായി കിടപ്പുണ്ട് ഗൈസ്. ഈ കാണുന്ന റിങ് ഉണ്ടാക്കുന്ന സ്ഥലമാണ്. ആ നീല ടാപ്പൊക്കെ കെട്ടിയിരിക്കുന്നത്. മഴയായതുകൊണ്ട് മൊത്തം വെള്ളം കയറി അലങ്കോലമായി കിടക്കുകയാണ്. അതുകൊണ്ടാണ് പുറത്തിറങ്ങാൻ തന്നെ മടിയാവുന്നത്. പിന്നെ ഇന്ന് വെയിലായതുകൊണ്ട് കുഞ്ഞപ്പൻ എപ്പോഴും അകത്ത് തന്നെയാണ്. അപ്പോൾ ഇന്ന് പുറത്തൊന്ന് കൊണ്ടുവന്ന് വെച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ്. ഇതുണ്ട് ഗൈസ്, മൊത്തം കുളമായി കിടക്കുന്നത്. ചെറിയ വെയിലൊക്കെ വന്നുകൊണ്ടാണ് ഇപ്പോൾ ഒരു തെളിച്ചം. അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം റബ്ബർ കാടാണ്. അത് ഒരു വനം പോലെ തോന്നുന്നത്. ഇടയ്ക്കൊക്കെ വീടുകളൊക്കെ ഉണ്ട്. അതൊക്കെ കാണിച്ചു തരാം വീഡിയോയിൽ. ഇപ്പം നമ്മൾ ടൗണിലോട്ട് ഇറങ്ങാൻ അടുക്കാറായി. ഇപ്പോൾ കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. ഇവിടെയൊക്കെ വീടുകളൊക്കെ ഉണ്ട്, ആൾ താമസം ഇല്ലാന്നേ ഉള്ളൂ. നല്ല വെയിലായതുകൊണ്ട് ഇപ്പം ഇച്ചിരി വെട്ടമൊക്കെ ഉണ്ട്. ഈ റബ്ബർ കാടിൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് നല്ല മൂടൽ പോലെ തോന്നുന്നത്. ഇരുണ്ട് മൂടി കിടക്കുന്ന പോലെ തോന്നില്ലേ വീഡിയോയിൽ? കുഞ്ഞപ്പൻ അതിൻ്റെ ഇടയിൽ ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് ഇതെല്ലാം മറുപടിയൊക്കെ പറയുന്നതാണ് ഞാൻ പറയുന്ന ഓരോ കാര്യത്തിന്. ഇവിടെ ടൗണിലോട്ട് ചെല്ലുമ്പം സ്കൂളൊക്കെ ഉണ്ട്. അവിടെ പിള്ളേരുടെ സൗണ്ടൊക്കെ ഇവിടുന്ന് കേൾക്കാം. ഏകദേശം നമ്മളിപ്പോൾ ടൗണിലോട്ട് എത്താറായി. ഇപ്പോൾ കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. ഇവിടെയൊക്കെ അത്യാവശ്യം വീടുകളൊക്കെ ഉണ്ട്. കൂടുതലും റബ്ബർ കാടുകളാണ്. കണ്ടോ ഈ വഴിയൊക്കെ മൂടി കിടക്കുന്നത്. ഇന്നാണ് ഇച്ചിരി വെയിലൊക്കെ ആയി തുടങ്ങിയത്. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. ഇതൊക്കെ കണ്ടോ, മൊത്തം റബ്ബറാണ് ഇവിടെ. ചക്കയൊക്കെ ഉണ്ടായിട്ട് വെറുതെ ചീഞ്ഞു പോയി കിടക്കുക. മഴയായതുകൊണ്ട് വെള്ളം കയറുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ആരും ചക്കയൊന്നും ഇപ്പോൾ ഇടുന്നില്ല. എല്ലാം വെറുതെ നിലത്ത് വീണ് വേസ്റ്റായി പോവുക. നമ്മൾ ഏകദേശം എത്തി ടൗണിലോട്ട്. ചെറിയൊരു ടൗണാണ്. ഇതിവിടെ ഒരു അമ്മൂമ്മയുണ്ട്, കണ്ടോ? അമ്മൂമ്മ നമ്മളെ എപ്പോഴും കാണാറുണ്ട് ടൗണിൽ പോകുന്നതൊക്കെ. കണ്ടോ, അമ്മൂമ്മ സംസാരിക്കാണ് ചേട്ടൻ്റെ അടുത്തും. നമ്മളിവിടെ വന്നപ്പം ഇടുക്കിയിലുള്ള ഒരു അമ്മേനെ പരിചയപ്പെട്ടു. ഞങ്ങളുടെ വീടിനെ പഠിക്കാം. ഞാനവിടെ ഒരു ശിവക്ഷേത്രത്തിൽ നിന്നിട്ടുണ്ട്. ശിവക്ഷേത്രത്തില് അല്ല നിന്നിട്ടുണ്ട്. ഞാനിവിടെ അമ്പലത്തിലാണ് ഇപ്പൊ നിൽക്കണം. അവിടെ അമ്പലം അറിയോ? അവിടെ അമ്പലം. ഞാനവിടെ ശിവക്ഷേത്രത്തിൽ നിന്നാ വണ്ണപ്പുറം ടൗണില്. അവിടെ എന്റെ ആങ്ങളമാര് കച്ചവടം ഉണ്ടല്ലേ? എന്റെ വീട്ടിൽ ഒരു പാടായി കൂടിയിരുന്ന ഓണത്തിനുണ്ട്. എന്റെ രണ്ടാങ്ങളമാര്, ഞങ്ങൾ തന്നെ ഉള്ളൂ. 20 വയസ്സ് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പൊ ഇവിടെ വന്ന് ഞാൻ വീണല്ലാത്ത തന്നെ എനിക്കറിയാം. ഞാനും കഴിഞ്ഞ് താവുന്നു. ഇന്ന് എന്റെ മേലെല്ലാം കല്യാണം ഉറക്കാം. വീടുമായിട്ട് കോട്ടയം. കോട്ടയം
ഞാൻ നിന്നെ കാണുമ്പോൾ മെണ്ടണം ഇഷ്ടപ്പെട്ടില്ലല്ലോ. ഏയ് അമ്മ വേണ്ടിക്ക് വണ്ണപ്പടം എന്തോ ആ ഞാനിപ്പോ ഇവിടെ വന്നിട്ട് 1 മാസം ആവുന്നുള്ളൂ. ആ ഞാൻ കാണുന്നുണ്ട് അമ്മ ഇവിടെ ഇരിക്കുന്നേക്ക്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് 46 കൊല്ലായി. 46 കൊല്ലല്ലേ? 20 കൊല്ലം അട്ടപ്പാടി. 20 കൊല്ലം അട്ടപ്പാടി ജയിലപ്പാറയായിരുന്നു. ആ ഇപ്പൊ ഇടുക്കി അങ്ങോട്ട് പോകാറില്ലേ ഇപ്പൊ? ഇല്ല, ഞാൻ പോയിട്ട് 3-4 കൊല്ലം ആയില്ലേ? ആ ഇനി പോകാൻ പറ്റുമോ? വണ്ണപ്പുറമായി. ഞാൻ 2 വയസ്സുള്ളപ്പോ തന്നതാ അവിടെ. ഇപ്പൊ അങ്ങോട്ട് ഇപ്പൊ മഴ കാരണം അങ്ങോട്ട് വന്നില്ല, മണ്ണിടിഞ്ഞ് മരിക്കുകയോ ചെയ്തു ആൾക്കാർക്ക്. വണ്ടി തന്നെ അറിയാവോ? കഴിച്ചമ്മ ഇന്നൊക്കെ വന്നു. തോമാസിൽ അവൻ 7 വീട്ടിലും പൂട്ടിച്ചു പോയില്ല. കഴിച്ച ഞങ്ങൾ ഇവിടെ ഹോട്ടലിൽ ഗ്യാസ് തീർന്നുപോയിരുന്നേ, അപ്പൊ ഫുഡ് മേടിച്ചിട്ടുണ്ട്. അമ്പലത്തിന്റെ അപ്പുറം ഒരു 4 വീട് അന്ന് മാഷ. ഞാൻ ചെല്ലുമ്പോ എന്റെ പാലായിക്കുട്ടി വലിയേറ്റ് വന്നോന്നും പറഞ്ഞ് കഴിക്കാൻ. ഇപ്പൊ ഞാൻ പോയിട്ട് ഒത്തിരി കൊണ്ടായി. ഞാൻ ഒരൊറ്റയ്ക്കില്ല. ഇനി ഒരു കാറ്റ് പോകുന്നവരെ ഇവിടെ ഇരിക്കും. അയ്യോ ഞങ്ങള് കട വണ്ണപ്പുറത്ത് ചെല്ലുമ്പോ എന്റെ ആൾക്കാരെ കാണും കേട്ടോ. അമ്പലം പഠിക്കാൻ കച്ചവടം അവർക്ക്. അതെല്ലേ? 2 ആങ്ങളമാരേ ഉള്ളൂ. ഞാൻ 2 ആഴ്ച നിന്നോളൂ, അവിടെ പകരത്തിന് പോയതാ, അങ്ങനെയുള്ള പരിചയമുള്ളൂ. അമ്പലത്തിൽ ഞങ്ങൾ പോവാൻ ഞാൻ അകലെ പോകുള്ളൂ. ആട്ടക്കുടി വെള്ളത്തെ അട്ടടിക്കും. അമ്പലത്തിൽ ഞാൻ കയറിയതോ അതെ തടി ആടിക്കണം. ഞാൻ കയറി അപ്പൊ ഇളാമ കയറി എനിക്ക് എനിക്ക് 9 മക്കളുണ്ടായി. 2 മരിച്ചു പോയി. ജീവിച്ചിരിപ്പുണ്ട്. ഒരാണുങ്ങൾ 3 വേറെ പോയി. കുട്ടികളാണ്. 2 പെണ്ണുങ്ങളെ കെട്ടിച്ചു കൊടുത്തു. ഒരാള് കന്യാസ്ത്രീ കേട്ടോ. മക്ക അമേരിക്കൻ ഇപ്പോൾ കേരളത്തിലെങ്ങാണ്ട. അമ്മയ്ക്ക് വല്ലതും ആയോ വേഗം വരാമല്ലോ എന്നോർത്ത്. മനുഷ്യൻ യാത്രയാ. നമ്മൾ എപ്പോഴാണ് വിളിക്കണമെന്ന് അറിയില്ല. ഇല്ലേ? ഞാൻ നിന്നെ കാണുമ്പോ വെണ്ടണമെന്നുണ്ടല്ലോ. എങ്ങോട്ട്? ഞാനിപ്പോ ഞങ്ങള് തിരുവനന്തപുരത്തായിരുന്നു. തിരുവനന്തപുരത്ത് നേരെ ഇങ്ങോട്ടാ വന്നേ. ഇനി വണ്ണപ്പുറത്തിന് പോകണ്ടോ? ഇനിയിപ്പോ പോണം. ഇപ്പൊ എല്ലാം ഒരു 4-5 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പൊ അവിടെ മഴയൊക്കെ ആയണ്ടേ, മണ്ണിടിച്ചിലൊക്കെ ആയി, ഭയങ്കര പ്രശ്നമൊക്കെ ആയിട്ട് ഇരിക്കല്ലേ. റേഷൻ കടക്കാരന്റെ വീട് എവിടെ പറഞ്ഞ അപ്പൊ അറിയൂല്ലേ? പറയാം. ഞങ്ങൾ അങ്ങനെയാ വിളിക്കണം. റേഷൻ കട കാരണം റേഷൻ കട ചെവി മേനോനാണ്. ഇത് നമ്പ്യാരാണ്. ഒക്കെ മനുഷ്യനാ. അതെയോ? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം അല്ലേ? ഞാൻ അങ്ങനെ എല്ലാവർക്കും മനസ്സിലായി. ഇങ്ങനെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടോ? അമ്മ ഇവിടെ ഉണ്ട്. ഞങ്ങൾ അമ്മയൊക്കെ ഉണ്ട്. അച്ഛൻ തിരുവനന്തപുരം അവിടെ ക്ഷേത്രത്തിൽ തന്നെ. അമ്പലപ്പടി അറിയില്ലേ? അവിടെ ആനക്കാടായിരുന്നു. അവിടെ ആന വരും അമ്പലപ്പറമ്പിൽ. എന്നാ കാടായിരുന്നു. 14 ആന നികന്ന് നിൽക്കുന്നു. ആ മുകളിലെ മലയില്ലേ, ആ മല മാവുമ്പോൾ തന്നെ കവറി ഒന്ന് എന്നെ കണ്ടെത്തി കൊണ്ടിരുന്നു. എന്നെ അറിയില്ലാത്തവരവിടെ ആരും ഇല്ലാത്ത. മൊത്തം മണ്ണിടിഞ്ഞൊക്കെ ഭയങ്കര പ്രശ്നമായിട്ട്. പിന്നെ മുല്ലപ്പെരിയാർ ഡാം പൊട്ടാവുന്ന രീതിയിലൊക്കെ നിൽക്കുന്നു. അത് ഭയങ്കര ലീക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാണുമ്പോൾ സംസാരിച്ചേ കുഞ്ഞപ്പന് നാണ വേണം. ചെല്ലുന്നോ? അമ്മ വിളിക്കുന്നു. അവന് ആദ്യമായിട്ട് പരിചയമില്ലാത്തോണ്ട്, ആദ്യമായിട്ട് കാണുന്നോണ്ടേ. അപ്പം കഴിച്ചു. എന്റെ അപ്പനല്ലേ എന്നാടാ വെച്ചാ കഴിച്ചോ? തിരുമേനി വന്നിട്ട് തന്നെ അങ്ങനെ വരില്ല. കല്ലൂർക്കട്ട് തന്നെ കാലമ്പുരുവനൊക്കെ കേട്ടിട്ടുണ്ടോ? ആ മധുവിന് വാരുന്നുണ്ട്. അമ്മയുടെ അമ്മോടെല്ലാം പറഞ്ഞ അങ്ങ് പറഞ്ഞു. എന്റെ അപ്പനും എന്നാടാ വെച്ച എന്നാ കഴിച്ചെന്ന് ഒപ്പം ചോദിച്ചു. എന്റെ സ്വഭാവം അപ്പന് ഏതാണ്ട് മക്കൾ ഉപ്പിൽ വേകാത്ത കറി മണ്ണളരിക്കാ കറിയും കൊണ്ടില്ല. ശരിയാണോ? എന്റെ അപ്പന്റെ സ്വഭാവം. അല്ല, ഞങ്ങള് ഫുഡ് മേടിക്കാൻ വേണ്ടി പോകും. ഞങ്ങളെന്നാ ഫുഡ് മേടിച്ചിട്ട്. ശരി അമ്മ. ഇപ്പം നമ്മുടെ സ്വന്തം നാടായ ഇടുക്കിയിലെ ഒരമ്മേനെ പരിചയപ്പെട്ടാണ്. അമ്മ സംസാരിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ അറിയാലോ നമ്മുടെ സ്ഥലത്തെ പറ്റി പറയുന്നത്. ഇതാണ് നമ്മളിപ്പോൾ ടൗണിലോട്ട് എത്തി. മിക്ക കടകളും ഉച്ചയ്ക്ക് ഉണ്ണാൻ പോകുന്നതുകൊണ്ട് അവർ അടച്ചിട്ട് പോയി കേട്ടോ. ഇവിടെയൊക്കെ കടകൾ അടച്ചു.
നമ്മൾ പിന്നെ ഫുഡ് മേടിക്കാൻ വന്ന ഹോട്ടൽ എപ്പോഴും തുറന്നിട്ടേക്കുന്നതുകൊണ്ട് ഇപ്പം നമുക്ക് അതുമാത്രമേ തുറന്നിട്ടുള്ളൂ, ബാക്കി എല്ലാ കടകളും അടച്ചിട്ടാണ് പോയേക്കുന്നത്. പിന്നെ ഇവിടെ സ്കൂളുണ്ട്, കണ്ടോ സ്കൂളിൻ്റെ പയ്യെ പോകാമെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് ഒരു ബോർഡ് കണ്ടോ. ഇവിടെ കുറച്ചും കൂടി നീങ്ങിയാൽ സ്കൂള് കാണാം. കുറച്ച് മുമ്പേ പിള്ളേരുടെ സൗണ്ടൊക്കെ കേട്ടു. ഇതാണ് നമ്മൾ കയറാൻ വന്ന ഹോട്ടൽ, ആ പച്ച കളർ നെറ്റ് കെട്ടിയേക്കുന്നത്. സാധനം മേടിച്ചിട്ട് നമുക്കൊന്ന് വരാം. നമ്മളിപ്പം ഫുഡ് മേടിച്ച് പുറത്തോട്ട് ഇറങ്ങി, കേട്ടോ. പാഴ്സലൊക്കെ മേടിച്ച് നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ്. ഇതാണ് മുമ്പ് പരിചയപ്പെട്ട നമ്മുടെ ഇടുക്കി താമസിക്കുന്ന ഒരമ്മൂമ്മയുടെ വീടെന്ന് പറഞ്ഞില്ലേ, ആ വീടാണിത്. നമ്മൾ ആ വീട് പാസ് ചെയ്തിപ്പോൾ പോവുകയാണ്. ചിലപ്പോൾ അമ്മൂമ്മ വിളിക്കും. നമ്മളിപ്പോൾ ടൗണിൽ നിന്ന് നേരെ കയറിയതേ ഉള്ളൂ. ഇനി കുറച്ചും കൂടെ ഉണ്ട് ഉള്ളിലോട്ട് നടക്കാൻ. ശരി അമ്മ. അമ്മയോട് നമ്മൾ യാത്ര പറഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ്. ഇനി ഉച്ചയായതുകൊണ്ട് എല്ലാവരും ഉണ്ണാൻ പോകുന്നതുകൊണ്ട് കടയൊക്കെ അടച്ചേക്കുവാണ്. വേറൊന്നും നമ്മൾ മേടിച്ചില്ല. നമ്മൾ ഫുഡ് മാത്രം മേടിച്ചിട്ട് ഇപ്പം തൽക്കാലം വീട്ടിലോട്ട് പോകാൻ. ഇപ്പം വൈകിട്ട് ഇനി അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് വരും. കുഞ്ഞപ്പനെ എല്ലാവർക്കും കാണണ്ടേ? ഇത് കണ്ടോ കുഞ്ഞപ്പ ഇരിക്കുന്നേ. കുഞ്ഞപ്പനൊന്നും മേടിച്ചു കൊടുത്തില്ല, വേറൊന്നും മേടിച്ചു കൊടുക്കാനുള്ള കടയൊന്നും ഇല്ലായിരുന്നു. കുഞ്ഞപ്പന് സമൂസ മേടിച്ചു. അതൊന്നും അങ്ങനെ കഴിക്കില്ല. ആൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ലൈറ്റ് മധുരമുള്ളതോ അങ്ങനെയൊക്കെ ഉള്ളതാണ് ആൾക്ക് ഇഷ്ടം. ഒരുപാട് മധുരം ഉള്ളതൊന്നും കഴിക്കില്ല. പിന്നെ എരിവുള്ളത് അത്യാവശ്യം കഴിക്കും. കുഞ്ഞപ്പനിപ്പം നല്ല മൂഡിലല്ല. ഉച്ചയായതുകൊണ്ട് പുള്ളിക്കിപ്പോൾ ചോറ് കഴിച്ചിട്ട് ഉറങ്ങേണ്ട സമയമാണ്. അപ്പോൾ ഇനി ചെന്ന ഉടനെ ചോറ് കഴിച്ചിട്ട് കിടന്ന് ഉറക്കമായിരിക്കും. ഇനി ഉറക്കം എണ്ണീറ്റാലേ ഒരു ഉഷാറാവുള്ളൂ. ഉറക്കത്തിന് വേണ്ടി ഇപ്പം കുറച്ച് പ്രാവശ്യം വായൊക്കെ പൊളിച്ചിരിക്കുകയാണ്. പിന്നെ പുറത്ത് ഇന്നും ഒത്തിരി ദിവസം കൂടി ഞങ്ങൾ പുറത്തിറങ്ങുന്നതുകൊണ്ട് ആളിപ്പം കാഴ്ചയൊക്കെ കണ്ട് മയങ്ങി ഇരിക്കുകയാണ്. അച്ഛൻ്റെ കയ്യിലാണ് മോനിപ്പം, കണ്ടോ. റബ്ബർ കാടിൻ്റെ അപ്പുറത്തായിട്ട് JCB വന്ന ഒച്ച കേട്ടപ്പോൾ പുള്ളി അങ്ങോട്ട് ശ്രദ്ധ വെച്ചിരിക്കുക, കണ്ടോ. എല്ലായിടവും വെള്ളം ഇതായി ചെള്ള പിടിച്ച് കിടക്കുന്നതുകൊണ്ട് നമുക്ക് കുഞ്ഞപ്പനെ കൊണ്ട് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല. ഇപ്പം നമ്മൾ പോകുന്നിടത്തും നിറയെ ചെള്ള പിടിച്ച് തെന്നലൊക്കെ ആയിട്ട് കിടക്കുക. സൂക്ഷിച്ച് വേണം അതിലെ കൂടെയൊക്കെ പോകാൻ. ഇപ്പം കണ്ടോ മുമ്പേ കണ്ട വഴിയാണിത്. മൊത്തം ചെള്ള പിടിച്ച് കിടക്കുന്ന. കണ്ടോ ഇതാണ് മുമ്പേ റിങ് ചെയ്യുന്ന സ്ഥലമെന്ന് പറഞ്ഞില്ലേ, റിങ്ങൊക്കെ ഉണ്ടാക്കുന്നത് അതാണിതും. ഇതൊക്കെ മുമ്പ് ഞാൻ കാണിച്ചായിരുന്നു. മുമ്പ് അവിടുന്ന് വ്യക്തമായിട്ട് കാണിച്ചില്ലായിരുന്നേ ഉള്ളൂ. മൊത്തം ചെള്ളയായി കിടക്കുവാണ്, കണ്ടോ. ഇന്നാണ് മഴയ്ക്ക് ഇച്ചിരി കുറവൊക്കെ ഉണ്ടായത്. മൊത്തം മഴ പെയ്ത് എല്ലായിടും തെന്നിയും മൊത്തം അലങ്കോലമായിട്ട് കിടക്കും. പിന്നെ കുഞ്ഞപ്പനെ കൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ വെച്ച് പോയപ്പം ഒരു വീഡിയോ ചെയ്തായിരുന്നു. അത് മഴയൊക്കെ ചാറിയായിരുന്നു. എന്നാലും ചെറിയ ചാറ്റലൊക്കെ കൊണ്ടുപോയിട്ട് കുഞ്ഞപ്പന് ചെറിയ ജലദോഷമൊക്കെ പിടിച്ചിരിക്കും. അപ്പം കുറഞ്ഞു വരുന്നേ ഉള്ളൂ. കുഞ്ഞപ്പൻ ഓരോ വീടിൻ്റെ ഫ്രണ്ടിലൂടെ പോകാൻ വരുന്ന കളിക്കുന്നതാണ്. അവിടെയൊക്കെ ആരെങ്കിലും കാണുമ്പോൾ കൈയൊക്കെ പൊക്കി കാണിച്ച് പുള്ളി കളിക്കുന്നേ ഉള്ളി. അതിൻ്റെ സൗണ്ടാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. പോരാത്ത ഇപ്പോൾ ചീവീടും കരയുന്നുണ്ട്. ഇതാണ് നമ്മുടെ വീട്ടിലോട്ടുള്ള വഴി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം തെന്നിക്കിടക്കുവാണ്, കണ്ടോ. ഇവിടെയുണ്ട് ചക്കയൊക്കെ കായ്ച്ച് കിടപ്പുണ്ട്. മതിയായ വലിയ ചക്കയാണ് ഉണ്ടായി കിടക്കുന്നത്. ഇനി ഇതിലെ വേണം സൂക്ഷിച്ച് പണി. ഇതാണ് റിസ്ക് ഉള്ള പണി. ഇതിലെ മൊത്തം തെന്നി കിടക്കുക. കുഞ്ഞപ്പനെ കൊണ്ട് ഇന്ന് അധികവും പുറത്തിറങ്ങാത്തതുകൊണ്ടാണ് ഇന്ന് ഇറങ്ങിയത്. തെന്നലുള്ളതുകൊണ്ടാണ് ആകെ ഒരു ഇത്. കുഞ്ഞപ്പനെ ഞാൻ ചേട്ടായുടെ കൈ കൊടുത്തിട്ട് ഞാൻ നടന്നു. ഇതിലേ പോകുന്നതുകൊണ്ട് പേടിയാണ്. മൊത്തം തെന്നി കിടക്കുന്നതുകൊണ്ട് കുഞ്ഞപ്പനെ കൊണ്ട് നടന്നാൽ ശരിയാവില്ല. വീഡിയോയും പിടിച്ചുകൊണ്ട് പൊതിച്ചോറ് ഞാനിങ്ങ് മേടിച്ചു. ഭയങ്കര വെയിറ്റ് ആയതുകൊണ്ട് പൊക്കി കാണിക്കാൻ പറ്റില്ല ഗൈസ്. നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴി കണ്ടോ, നിറയെ തെന്നിക്കിടക്കും. ഇനി ഇവിടെ നിന്നാണ് താഴോട്ട് നേരെ കാണുന്ന പാടമാണ്.
ഇവിടുന്ന് സൂക്ഷിച്ചു പോയില്ലെങ്കിൽ നേരെ പാടത്തോട്ടായിരിക്കും പോകുന്നത്. കണ്ടോ ആ പച്ചപ്പ്, ചെറിയൊരു പച്ചപ്പ് കാണുന്നുണ്ട്, അതാണ് പാടം. മൊത്തം തെന്നി കിടക്കുക, നോക്കിപ്പോയില്ലെങ്കിൽ നേരെ അങ്ങ് ചെല്ലും. ഇതാണ് നമ്മുടെ വീട്ടിലോട്ട് കയറുന്ന വഴി. താഴെക്കൂടിയും പോയാലും കയറാം, പക്ഷെ അവിടെ മൊത്തം കാട് പിടിച്ച് കിടക്കുക. അപ്പം നമുക്ക് ഇതിലേ പോകാൻ പറ്റുള്ളൂ. ഇത് കണ്ടോ, പാടം കണ്ടോ. നമ്മൾ ഫുഡൊക്കെ മേടിച്ച് വീട്ടിലെത്തി. കുഞ്ഞപ്പൻ്റെ പപ്പടമൊക്കെ പിടിച്ച് കൈ പിടിച്ചിട്ടുണ്ട്. കുഞ്ഞപ്പന് വിശക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. പിന്നെ കുഞ്ഞപ്പൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടൻ തന്നെ വരും. അപ്പം ബൈ ബൈ.